ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമ പോരാട്ടം ഡൽഹി ഹൈക്കോടതി കേന്ദ്രീകരിച്ച് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 1 മുതലാണ് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതിനും അത് പുതുക്കുന്നതിനും ഒക്കെ ഫീസ് വലിയ രീതിയിൽ കൂട്ടിയത്. 60% മുതൽ ഏകദേശം 70% വരെ വർധനവാണ് ഈ നിരക്കിലെ വർധനവിൽ വന്നിരിക്കുന്നത്. കുറഞ്ഞ വരുമാനക്കാരായിട്ടുള്ള സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീസ് വർധന വലിയൊരു വെല്ലുവിളിയാണ്. ഇത് കണക്കിലെടുത്ത് പ്രവാസി ലീഗൽ സെൽ എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഫീസ് വർധന വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് താങ്ങാനാവാത്ത ഭാരമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ 22-ന്. 3 ആഴ്ചയ്ക്കകം ഇതിന്മേൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം നൽകണം, മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ മറുപടി നൽകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. അതില് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് പ്രവാസി സംഘടനയ്ക്ക് ഉള്ളത്. കുറഞ്ഞ പക്ഷം ഈ സാധാരണ തൊഴിലാളികളുടെ വരുമാനം അനുസരിച്ചെങ്കിലും പാസ്പോർട്ട് ഫീസ് വർധന പിൻവലിക്കണം എന്നാണ് പ്രവാസി ലീഗൽ സെൽ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരം അല്ലെങ്കിൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സംഘടന പറയുന്നത്. UAE-യും സൗദി, ഒമാനും, ബഹ്റൈനും, ഖത്തറും, UK, ഓസ്ട്രേലിയ അങ്ങനെ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവാസി ലീഗൽ സെൽ എന്ന് പറയുന്ന ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അവര് ഇത് ആദ്യമായിട്ടല്ല പ്രവാസികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. 2009 മുതൽ ഇത്തരം വിവിധങ്ങളായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ അവർ ഏർപ്പെടുകയും അനുകൂലമായിട്ടുള്ള നിരവധി വിധികൾ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ ഫീസ് വർധനയ്ക്കെതിരെ കുറെ നിവേദനമൊക്കെ നൽകിയിരുന്നു. അതിന്മേൽ ഒരു മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് അവർ പറയുന്നത്. ഈ പാസ്പോർട്ട് ഫീസ് നിരക്കുകൾ അതുപോലെയാണ് വർദ്ധിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാലോ. 36 പേജുള്ള ഒരു പുതിയ പാസ്പോർട്ട് എടുക്കാനോ റിന്യൂ ചെയ്യാനോ UAE ദിർഹം കണക്കാക്കുമ്പോൾ നേരത്തെ 285 ദിർഹം മതിയായിരുന്നു. അത് ഏകദേശം ഒരു 450 ദിർഹമായിട്ടാണ് മാറിയത്. ഇനി തൽക്കാലിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് 900 ദിർഹമായിട്ടാണ് മാറുന്നത്. സമാനമായിട്ടുള്ള ഫീസ് വർധനവാണ് എല്ലാ കാറ്റഗറിയിലും വന്നിട്ടുള്ളത്. ഭീമമായിട്ടുള്ള വർധനവാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 60 മുതൽ 70% വരെ വർധനവാണ്. 2012 ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫീസ് നിരക്കുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായത്. എന്തായാലും സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു പുനഃപരിശോധന പാസ്പോർട്ട് ഫീസ് നിരക്കുകളുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രവാസി ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തികച്ചു ലോക്കലിൽ ഇനി ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറലുമായി ബന്ധപ്പെട്ട നിയമനത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ ഇന്ത്യൻ കോൺസൽ ജനറലായി ഡോക്ടർ ഇമ്മടി വിഷ്ണുവർദ്ധൻ റെഡ്ഡിയെയാണ് വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചിരിക്കുന്നത്. 2008 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മാഡ്രിഡിലെയും ജനീവയിലെയും ഇന്ത്യൻ മിഷനുകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് ഹൈദരാബാദിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. തെലങ്കാന സർക്കാരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻഗേജ്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയായും ഡോക്ടർ റെഡ്ഡി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിയമനമാണ് ദുബായിലേതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദുബായിലെ നിലവിലെ ഇന്ത്യൻ കോൺസൽ ജനറലായ സതീഷ് കുമാർ ശിവന് പകരക്കാരനായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്.